ഇപ്രാവശ്യം വലിയ ആഘോഷപൂർവ്വമാണ് ഉദ്ഘാടനം അല്ലേ? പാലങ്ങൾ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് ഏറ്റവും നിലയിൽ വിജയിച്ചത് അങ്ങോട്ട് നോക്കിയാൽ കാണാം. അവിടെയാണ് നമ്മുടെ പഴയ പാലം. ഇപ്പോൾ തലസ്ഥാന നഗരിയിലെ പാലങ്ങളും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. ഈ പുതിയ പാലവും നല്ല പെയിൻറ്റിങ്ങൊക്കെ ആയി പുതിയ ലൈറ്റൊക്കെ ഇട്ട് ആളുകൾക്ക് വരാൻ സാധിക്കുന്നില്ലേലും പാലങ്ങളൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുക, പിന്നെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്നവർക്ക് ഇതൊക്കെ കാണുമ്പോൾ അതൊരു പുതിയ സങ്കല്പമാണ്. അതെ, ചില വിദേശ രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ആ നിലയിൽ മാറ്റാനുള്ള എല്ലാവരും കൂട്ടായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബേപ്പൂർ ഫെസ്റ്റൊക്കെ വരാൻ വേണ്ടി പോവാണ്. അതെ, ബേപ്പൂർ ഫെസ്റ്റിന് മുമ്പ് തന്നെ ഇത് നടത്തുകയാണ്. ഇപ്പോൾ ഈ ചാലിയാറാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ചാമ്പ്യൻ സ്പോർട്സ് ലീഗ് വള്ളംകളിയോടുകൂടി നമുക്ക് വള്ളംകളിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നില വരും. അപ്പോൾ അതിന് കുറുകെയുള്ള പാലങ്ങൾ നല്ല നിലയാവുക. ഇൻ്റർനാഷണൽ ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് വരുമ്പോൾ പാലങ്ങൾ തന്നെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറുകയാണ്. ഇപ്പോൾ പഴയ പാലത്തിൻ്റെ അടുത്തുള്ള വി പാർക്ക് ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിൻ്റെ ഒരു കേന്ദ്രമാവാൻ വേണ്ടി പോവാണ്, കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ. ഇപ്പോൾ ഏത് കലാകാരന്മാർക്ക് ഈ പ്രദേശത്തുള്ളവർക്ക് അവിടെ വന്ന് സൗജന്യമായി അവരുടെ കലാപ്രകടനം നടത്താൻ പറ്റും. അപ്പോൾ പാലങ്ങളൊരു പ്രധാന കേന്ദ്രമായിട്ട് മാറുകയാണ്. അതെ. നമ്മുടെ രാജ്യത്ത് ആദ്യമായി പൊതുമരാമത്ത് ടൂറിസം മേഖലയിൽ ഒരു ഡിസൈൻ പോളിസി വന്നത് കേരളത്തിലാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ് പാലങ്ങളെ ദീപാലങ്കൃതമാക്കി മാറ്റുക. ടൂറിസം മന്ത്രി പൊതുമരാമത്ത് മന്ത്രി കൂടി ആവുമ്പോൾ ഉണ്ടാകുന്നൊരു മാറ്റമാണ്. അല്ല, അങ്ങനെ കാണണ്ട. നമുക്ക് ടൂറിസത്തിന് എല്ലാ വകുപ്പിലും സാധ്യതയുണ്ട്. ഇപ്പോൾ സാംസ്കാരിക രംഗത്ത് ടൂറിസത്തിന് അനന്ത സാധ്യതയുണ്ട്, സ്പോർട്സ് ടൂറിസത്തിന് സാധ്യതയുണ്ട്, ആരോഗ്യ മേഖലയിൽ വെൽനസ് ടൂറിസത്തിന് സാധ്യതയുണ്ട്. അങ്ങനെ അനന്ത സാധ്യതയുള്ളത്. ഇത്തവണത്തെ ബേപ്പൂർ ഫെസ്റ്റ് കളർഫുൾ ആയിരിക്കും. ഇത്തവണ നല്ല അതിഗംഭീരമായിട്ട് മാറ്റും.